ഇന്ന് നമുക്ക് തേങ്ങ അരച്ചിട്ടൊരു മീൻകറി ഉണ്ടാക്കിയാലോ? മീൻകറി എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഉച്ചക്ക് ചോറിൻ്റെ കൂടെ മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. രാവിലെ പുട്ടൊക്കെ ആണെങ്കിൽ പുട്ടിൻ്റെ കൂടെയും എനിക്ക് മീൻകറി കിട്ടിയ അത്രയും സന്തോഷമാണ് കേട്ടോ. അത്ര ഫേവറേറ്റ് ആണ് എനിക്ക് മീൻകറി എന്ന് പറയുന്നത്. പോരാത്തതിന് ഇന്നാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് മീനും കൂടെ കിട്ടിയിരിക്കുന്നത് ചൂരയാട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചത് മീൻകറി വെക്കാനായിട്ട്. അപ്പോൾ അതേ വെളിച്ചെണ്ണ വെച്ച് കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മളത് ചുമന്നുള്ളിയും വേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തേക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കൂട്ടി വെക്കാം നമുക്ക്. ഈ സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാനായിട്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്കിത് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ടതിന് ശേഷം വീണ്ടും എല്ലാം കൂടി കൂട്ടി നന്നായിട്ട് ഇളക്കി അതങ്ങ് വഴറ്റിയെടുക്കാം. നല്ലോണം അപ്പോൾ സംഭവം വഴറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞപ്പൊടിയും മുളക് പൊടി ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി നമ്മൾ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ വീട്ടിലെല്ലാവർക്കും എരിവ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് അധികം താല്പര്യമില്ലാത്തവർ ഇത്ര മുളക് പൊടി ഇടേണ്ട, കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്കത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒറ്റയടിക്ക് തേങ്ങാപ്പാൽ ചട്ടിയിലേക്ക് കമത്തിലേക്കാൻ നല്ല ഇതേപോലെ ഇളക്കി നമുക്ക് പയ്യെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിതേ പുളിവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ശേഷം കുറച്ച് ഉപ്പ് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അരപ്പിൽ ഇതേപോലെ തിളയൊക്കെ വരും കേട്ടോ. അങ്ങനെ തിളയൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ അരപ്പ്. ഈ അരപ്പ് നമ്മളപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഇളക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം ഇതേപോലെ തിള വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിം ഇട്ടിട്ട് മീൻ കറി അങ്ങ് പറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ എൻ്റെ ഫേവറേറ്റ് തേങ്ങ അരച്ച മീൻ കറി കേട്ടോ. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ ഇട്ട് കാണാവേ.